ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കണ ദൈവമക്കളെ, വേദ ബുക്ക് കയ്യിലെടുത്ത് വായിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ദൈവം അവനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവനക്ക് തെളിഞ്ഞ ബുദ്ധി ജ്ഞാനമുണ്ടാവും ദൈവമക്കളെ. ഹല്ലേലൂയ. വേദ ബുക്ക് കയ്യിലെടുക്കാണ്ട് നടക്കണ മനുഷ്യനക്ക് ജ്ഞാനമുണ്ടാവില്ല. ഹല്ലേലൂയ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഒരു പ്രാവശ്യം നമ്മൾ ബൈബിൾ എടുത്ത് കയ്യിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ആ ബൈബിളിനെ ജീവിതകാലം മൊത്തം താഴെ വയ്ക്കില്ല. കയ്യിലെടുത്ത് നെഞ്ചോടെ ചേർത്തി വെച്ച് നടക്കും. ജീവൻ്റെ വചനമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേദം തേനിനെ കാട്ടിയും മധുരമുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വായ്മൊഴി ജീവനുള്ളതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ജീവൻ്റെ വചനമാണ്. അസ്ഥികളിനെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ഒരു കിടപ്പ് രോഗി ആ വചനമെടുത്ത് പഠിച്ചാൽ അവൻ എണിച്ച് തുള്ളിച്ചാടി നടക്കും. ഹല്ലേലൂയ. അസ്ഥികളിനെ ജീവിപ്പിക്കുന്ന വചനമാണ് കർത്താവിൻ്റെ തിരുവചനം. ബൈബിൾ സാധാരണ ബുക്കല്ല, ബൈബിൾ ജീവനുള്ള ബുക്ക് ദൈവമക്കളെ. സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യപുത്രനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.